ഗൈസ്, അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഓവനൊന്നും ഇല്ലാതൊരു കേക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഈ കുട്ടിയാണ് കേട്ടോ ഇന്നത്തെ ഷെഫ്. അപ്പോൾ നമ്മൾ ആദ്യം ബോബൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ട് ക്രീം സെപ്പറേറ്റും ബിസ്ക്കറ്റ് സെപ്പറേറ്റും ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മളിതാ കുറച്ച് ബിസ്ക്കറ്റും ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഞാൻ ബിസ്ക്കറ്റ് ഇളക്കിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം പൊടിച്ച് വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൊന്നു തന്നെ എല്ലാ ബിസ്ക്കറ്റും ഇങ്ങനെ ക്രീം സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ള പരിപാടി ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ബിസ്ക്കറ്റ് പൊടിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് ഈ ഒരു രൂപത്തിൽ ആക്കിയെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മളൊരു പ്ലേറ്റിൽ നെയ്യ് തടവി കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നമ്മൾ ഇഡ്ഡലി കൂട്ടത്തിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതെന്തായാലും സെറ്റായി വരും കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ചോക്ലേറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ബിസ്ക്കറ്റിൻ്റെ ക്രീം തന്നെ ഉണ്ടായിരുന്നതിൽ കുറച്ച് പാലൊഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. പാനിന്ന് വിട്ട് വരുന്ന ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം പൊന്നു തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇന്നത്തെ കേക്കിൻ്റെ ഫുൾ ക്രെഡിറ്റ് പൊന്നുവിനാണ്. അതിനു മുമ്പ് നമ്മുടെ കേക്ക് റെഡിയായി വന്നപ്പോൾ തണുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചുകൂടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആ ബിസ്ക്കറ്റിൻ്റെ ക്രീം നമ്മൾ റെഡിയാക്കി ആ ക്രീം ഒഴിച്ചെടുക്കുകയാണ് ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ നേരെ കുളിക്കാൻ പോയ സമയം കൊണ്ട് പൊന്നുതാ കുറച്ച് മിൽക്കി ബാറും അതുപോലെ തന്നെ കുറച്ച് ഡയറി മിൽക്കും എടുത്ത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഈ ഒരു കേക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് ഒരു 100 രൂപ ചിലവ് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ബാലൻസ് വന്ന ഡയറി മിൽക്കും മിൽക്കി ബാറും ഒക്കെ ഇതിൽ തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടാതെ കയ്യിലുണ്ടായിരുന്ന ഒരു ഷോർട്ട്സിൻ്റെ മുട്ടായും കൂടെ ഇതിലേക്ക് ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുളിച്ചിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. എന്നാൽ പിന്നെ ഈ കുട്ടിയെ കൊണ്ട് തന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ കുട്ടി എന്തായാലും ഒറ്റയ്ക്ക് കേക്ക് കട്ട് ചെയ്യില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാശി കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എടുത്ത് കഴിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ഞാനാണ് കഴിച്ചത് കേട്ടോ. സത്യം പറയാലോ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ട്രൈ ചെയ്ത് നോക്കുക, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.